ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ഇന്ന് എനിക്ക് എൻ്റെ ഒരു എക്സാം ഡേ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്നു. അപ്പോൾ അമ്മ നല്ല ചൂട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ദോശ കഴിച്ചു. ദോശയും ചമ്മന്തിയും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അതാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഞാനത് ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ ഇന്ന് കോളേജിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒരുങ്ങാം. ആദ്യമേ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. ബസ്സിലാണ് പോകുന്നത്. ഇന്ന് എനിക്കൊരുപാട് സന്തോഷമുള്ള ദിവസമാണ്. +2 എൻ്റെ ഒരു ക്ലാസ് ടീച്ചറിനെ എനിക്ക് കാണാൻ പറ്റി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. ടീച്ചറിനോട് ഞാൻ സംസാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം പാവം ഒരു ടീച്ചറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കോളേജിൽ നമ്മളെത്തി. കോളേജിൽ വന്നിട്ട് എക്സാമിൻ്റെ ഹോള് തപ്പുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങി. റോഡിലെ ബ്ലോക്കാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ കോട്ടയത്തിൽ ലുലുമാൾ വന്നേ പിന്നെ ഭയങ്കര ബ്ലോക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു കരിമീൻ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു കോട്ടയത്ത്. ഓക്കെ, അവിടെ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു കൂടാരം പോലത്തെ ഒരു സംഭവമാണ്. അതിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഭയങ്കര പ്രൈവസിയാണ്. 4 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സീറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇരിക്കുവാണ്. ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ്. ഓക്കെ, ഫൈനലി നമ്മുടെ ഫുഡ് ഇതേ വന്നിട്ടുണ്ട്. ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവളാണെങ്കിൽ മീലാണ് ഓർഡർ ചെയ്തത്. ചോറ്, കറി, സാമ്പാറുണ്ട്, അവിയലുണ്ട്, കപ്പയുണ്ട്, പായസം ഉൾപ്പെടെ ഉണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മളൊരു കരിമീൻ പൊള്ളിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ കഴിക്കുന്നത്. അതിൻ്റെ ഗ്രേവി അതൊരു രക്ഷയില്ലായിരുന്നു. ഓക്കെ, ബില്ല് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ട് 750 രൂപയായി. നമുക്ക് കരിമീന് 300 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. ബിരിയാണിക്ക് 250 രൂപ, മീൽസിന് 150. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിതേ ഫുഡ് കഴിച്ച് നമ്മളിതേ ഇറങ്ങി. ഓക്കെ,
നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ, ഒരു കൂടാരം പോലെ. നമുക്കതിനകത്ത് ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ലൈം കുടിച്ചൊരു തണുത്ത ലൈം, ചൂടൊക്കെ അല്ലേ. അങ്ങനെ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേന് ചായ കഴിച്ചു, കപ്പ വറുത്തതുണ്ടായിരുന്നു അത് കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പോഴത്തേന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും മീൻ വറുത്തതും കൂടെ കഴിച്ചു.